തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ പുതുതലമുറയെ കൂടി പ്രാപ്തമാക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി ഇക്കോസെൻസ് സ്കോളർഷിപ്പ് നൽകി മൂവാറ്റുപുഴ നഗരസഭ. തെരഞ്ഞെടുക്കപ്പെടുന്ന 75 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം ഇക്കോസെൻസ് സ്കോളർഷിപ്പായി നൽകും. വളർന്നുവരുന്ന നഗരങ്ങൾ നേരിടുന്ന മുഖ്യ ഭീഷണികളിൽ ഒന്നായ ശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിൽ പുതുതലമുറയെ കൂടി പ്രാപ്തമാക്കുന്നതിന് വിദ്യാർത്ഥികൾക്കായി എക്കോസെൻസ് സ്കോളർഷിപ്പ് നൽകി മൂവാറ്റുപുഴ നഗരസഭ. മാലിന്യങ്ങൾ പൊതുനിരത്തിലേക്ക് വലിച്ചെറിയുന്ന സംസ്കാരത്തിന് അറുതി വരുത്തുന്നതിനും ഉറവിടത്തിൽ തന്നെ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനും താഴെത്തട്ടിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് നൂതന പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നഗര അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാലയങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന 75 വിദ്യാർത്ഥികൾക്ക് 1500 രൂപ വീതം എക്കോസെൻസ് സ്കോളർഷിപ്പായി നൽകും. പദ്ധതിയുടെ മുന്നോടിയായി നഗരസഭ എക്കോസെൻസ് സ്കോളർഷിപ്പ് ശുചിത്വ പഠനോത്സവത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. ശുചിത്വ നഗരം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒപ്പം പുതുതലമുറയെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാക്കുക എന്നതും പദ്ധതി ലക്ഷ്യം വെക്കുന്നതായി ചെയർപേഴ്സൺ പറഞ്ഞു. നിങ്ങളാണ് നാളെയുടെ പ്രതീക്ഷ എന്ന് പറയുന്നത്, നിങ്ങളാണ് നാളെയുടെ സമൂഹം എന്ന് പറയുന്നത്, നാളത്തെ ജീവിതങ്ങൾ നിങ്ങളാണ്. സമൂഹത്തിന്റെ സുസ്ഥിരത എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്, സുരക്ഷ എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. അപ്പൊ നിങ്ങൾ അതിനെപ്പറ്റി ബോധ്യമുള്ളവരാവുക, ആ ബോധ്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായിട്ട് തയ്യാറാകുക. അതോടൊപ്പം ഈ ഒരു സമൂഹത്തെ മാലിന്യ മുക്തമാക്കി മാറ്റുവാനായിട്ട് മുൻകൈയെടുക്കുക. നിങ്ങൾ പല പ്രൊജക്ടുകളിലൂടെ പല കാര്യങ്ങളെ പറ്റി പ്രതിപാദിച്ചപ്പോൾ ഞാൻ കേട്ടിട്ട് പോലുമില്ലാത്ത പല കാര്യങ്ങൾ, അറിവില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾ കൃത്യമായ അറിവുകളോടുകൂടി സംവദിച്ചപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി. നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം വരുന്ന തലമുറയാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുക. മാലിന്യ സംസ്കരണത്തിനുള്ള ഇവരുടെ വൈഭവ്യം, ശാസ്ത്രീയ രീതികൾ, അർപ്പണബോധം, പാഴ്വസ്തുക്കളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള കഴിവ്, മാലിന്യ നിക്ഷേപത്തിന് എതിരായ പ്രചരണം, ശുചിത്വ ബോധവൽക്കരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാകും അർഹരെ കണ്ടെത്തുക. വിദ്യാഭ്യാസ ഉപസമിതി അധ്യക്ഷ ഷഹന മാഹിൻ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. ഗവൺമെന്റ് ഈസ്റ്റ് ഹൈസ്കൂൾ ഉണ്ണിമായ ലിനേഷ്, ഗവൺമെന്റ് ടൗൺ UP സ്കൂൾ ആരോമൽ അനീഷ്, നോർത്ത് മാറാടി ആവണി ധനീഷ്, ഗവൺമെന്റ് TTI NSS ഹൈസ്കൂൾ അഭിമന്യു ജഗദീഷ്. എക്കോസെൻസ് സ്കോളർഷിപ്പിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തർബിയത്ത് ട്രസ്റ്റ് സ്കൂളിന് ചടങ്ങിൽ അവാർഡ് സമ്മാനിച്ചു. പഠനോത്സവത്തോട് അനുബന്ധിച്ച് മികച്ച മോഡലുകൾ, വേസ്റ്റ് ടു ആർട്ട് എന്നിവ ഉൾപ്പെടുത്തി പ്രദർശനവും സംഘടിപ്പിച്ചു. മാലിന്യ പരിപാലനത്തിൽ പുനരുപയോഗം ശീലമാക്കുക എന്ന ലക്ഷ്യത്തിനായി RRR സെന്റർ ഉദ്ഘാടനവും ശുചിത്വ പഠനോത്സവത്തിന്റെ ഭാഗമായി നടത്തി. ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ P. രജിത അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നഗരസഭ ഉപാധ്യക്ഷൻ PM അബ്ദുൽ സലാം, പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ജിനു മടേക്കൽ, കൗൺസിലർമാരായ സജി TS, ഷബന, രജനി സജീവ്, ഷേർലി പൗലോസ്, അമ്പിളി ബിജു, നഗരസഭാ സൂപ്രണ്ട് ഷീല S, ക്ലീൻ സിറ്റി മാനേജർ നൌഷാദ് A, ശുചിത്വ മിഷൻ പ്രതിനിധികൾ, KSWUPEC പ്രതിനിധികൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health.